ഗൈസ്, കുമിയുണ്ടോ ഇടയ്ക്കിടയ്ക്ക് കാടും മലയും മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇന്ത്യയുടെ മോണുമെൻ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും കാണണം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവണത്. മുഗൾ ചക്രവർത്തിക്ക് വേണ്ടി പണി കഴിപ്പിച്ച കുമിയൂൺ ടോംബാണ്. എന്റെ മനസ്സ് പറയുന്നു ഇതിൽ ഒന്നൊന്നര റൈഡായിരിക്കും. ഞാൻ തുടങ്ങട്ടെ. Hey guys, welcome back. അപ്പോൾ ഡൽഹി സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നിന്ന് എസ്കലേറ്റർ വഴി കയറി അപ്പുറത്ത് പോയി ഇറങ്ങി. എന്നിട്ട് അടുത്ത കാര്യം ചെയ്യണം. അമ്മമ്മേനെ കിട്ടി, അമ്മമ്മയുടെ പെട്ടിയാ, അതുകൊണ്ട് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇന്ത്യയുടെ തലസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ വിരുന്നുകളാണ് ഒരുക്കി വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാഗും ചോന്നുണ്ട്. ടാക്സിക്കാര് പുതിയ കേട്ടോ ടാക്സി. मनदीप गांधी दिल्ली निजामुद्दीन रेलवे स्टेशन 30 years your taxi stand white taxi है. ओके. ये भैया आए बहुत बढ़िया यूट्यूबर है. कहाँ से आए सर आप? केरला. ये केरला से भैया आए. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. നമ്മൾ പോയിട്ടില്ല കേട്ടോ, ഇപ്പോഴും സ്റ്റിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. നമ്മളെ കൂടെ വന്ന് അമ്മമ്മേനെ കയറ്റി വിടാൻ വേണ്ടി നിൽക്കുക. 1 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുക. അവർക്ക് ഊബർ ബുക്ക് ചെയ്തിട്ട് ഇതുവരെ വന്നില്ല. അപ്പം അത് നോക്കി നിൽക്കുക. അത് കയറ്റി വിട്ടിട്ട് മലയാളിയാണ്, അപ്പോൾ അവരെ കയറ്റി വിട്ടിട്ട് നമ്മൾ പോകാൻ വെച്ചു. ഒന്നിനും ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് അതൊന്ന് നോക്കട്ടെ എന്ന് പറയണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉറപ്പായി തുടങ്ങുന്ന സമയത്ത് എല്ലാം ഞാൻ ഉറപ്പായെന്ന് പറയും. ഇതിലൊക്കെ ഉറപ്പാവട്ടെ. ഇവിടെ വന്നാലുണ്ടല്ലോ ഓട്ടോക്കാർ ടാക്സിക്കാർ നമ്മളെ വെട്ടി നുറുക്കി തിന്നുകളയും. അത് കണക്കിനാണ് അവന്മാർ തട്ടിപ്പറക്കാൻ പറ്റുന്നത്. നമ്മളെ എന്തോരം വെച്ചാൽ ഇമ്മര് കേൾക്കണല്ലോ. അവിടെ ടാക്സി, ഇവിടെ ടാക്സി, അവിടെ ടോൾ കൊടുക്കണം. 500 രൂപ ഓട്ടത്തിന് 1800 രൂപയാണ് അമ്മയെടുത്ത് വെച്ചത്. ലാസ്റ്റ് ഊബർ വിളിച്ച്, ഊബറാണെങ്കിൽ വന്നൂല, എന്തോ കുടിയൊക്കെ പിടിച്ച് എന്തോ പുറത്തെന്തോ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മനെ കയറ്റി വിട്ട്. അപ്പോൾ നമ്മളിത് കുമിയൂൺ ടോംബിൽ പോകണം. 50 50 രൂപ ടോള് പുള്ളീനെ കൊടുക്കണം. നമ്മൾ 100 രൂപയ്ക്ക് വിളിച്ചാൽ കുമിയൂൺ ടോംബിൽ പോകും. കുമിയൂൺ ടോംബിൽ ഷെയർ ഓട്ടം എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്ന് മനസ്സ് പറയുന്നു ഇതിൽ ഒന്നൊന്നര റൈഡായിരിക്കും. ഇതുണ്ടാവും. ഇത്രയൊക്കെ സെറ്റപ്പാണ് കൊണ്ടുമ്പോൾ അന്യ ടോളും പിരിവും കുത്തിപ്പിരിവും ഇതൊക്കെ കേട്ടോ. ഇതിലൊക്കെ നല്ല എത്ര നാളെ നമ്മുടെ കേരളം തന്നെയാണ്. അറിയാൻ വളർത്തിനോട് ഇരിപ്പുണ്ട്. ഇവിടെ എത്തിരി ബാക്കിയാണ് ടോളിൻ്റെ ബ്ലോക്കാണ്, മുട്ടം ബ്ലോക്ക്. അവിടെ ടോൾ കൊടുക്കണതിൻ്റെ ബ്ലോക്കാന്ന് പറഞ്ഞു. അനാ ഹേന ഭയ്യ ये टोल का ब्लॉक है ना, ये इतने ब्लॉक टोल का ब्लॉक है. हाँ, ये कौन पैसा उड़ता है? सरकार, गवर्नमेंट का, सभी रेलवे का, हर स्टेशन में है. वो पहले केरल में था, अभी केरल का वो छोड़ दिया. अभी नहीं है, नहीं है, अभी नहीं. मेरे बचपन में मैं सोचता है वो ऐसा सेम बराबर, लेकिन उसके बाद ഒരു 20 साल को पहले छोड़ दिया. അങ്ങനെ ദുബായിൽ എല്ലാം ഇടത്തോട്ടാണ്. ഇങ്ങനെ പഠിക്കാതെ അറിയാൻ പാടില്ല. അപ്പുറത്ത് വണ്ടി പോകുന്നുണ്ട് വേറെ വഴി. ക്യൂ ആയിട്ടേ. അതെ ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി.
ഹുമയൂൺ ടോംബ്. നമ്മളിപ്പോൾ കാണാൻ പോണത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ശവകുടീരമാണ്. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഇന്ത്യൻസിനായിട്ട് 30 രൂപയും ഇന്റർനാഷണൽ ആയിട്ട് വരുന്നവർക്ക് 500 രൂപയാണ് ഫീസ്. 300 ഏക്കറിൽ പടർന്നു കിടക്കാണ് ഈ ശവകുടീരം. ആ സിറ്റിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ഭയങ്കര പീസ്ഫുൾ ആയില്ലേ? ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. നേരം ഭയങ്കര സിറ്റിയുടെ തിരക്കും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും വരുന്നുണ്ടാ. ഇപ്പൊ ഭയങ്കര ശാന്തതയായി, ഭയങ്കര പീസ്ഫുൾ സ്ഥലം. അങ്ങനെ വിശന്നൂറ് കേട്ടോ പുള്ളി. വിശന്നിട്ട് കൈ പിടിച്ചോ വെള്ളം തയ്ച്ചിട്ട് മേടിച്ച ഒരു 5 കുപ്പി വെള്ളം അമ്മമ്മ തന്നിട്ട് 4 കുപ്പി വെള്ളം. അയ്യോ. ഈ കാണുന്ന പോലെ ഐഡന്റിക്കലായിട്ട് 4 ദിശയിലും ഒരേപോലത്തെ കവാടം ഉണ്ടെങ്കിലും പ്രധാന കവാടമായി കണക്കാക്കുന്നത് തെക്ക് വശത്തുള്ള കവാടമാണ്. ടോംബിന്റെ ഏകദേശം ഹൈറ്റ് 47 മീറ്ററും വീതി 91 മീറ്ററും. ഇപ്പൊ കാണാൻ പോണത് അതായത് 1565 കാലഘട്ടം മുതൽ 70 കാലഘട്ടം വരെ ആ സമയത്ത് 5 വർഷം കൊണ്ട് പണി കഴിപ്പിച്ച അന്നത്തെ മുഗൾ ചക്രവർത്തിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഹുമയൂൺ ടോംബാണ്. ഹുമയൂണിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വിധവയായിരുന്ന ഹമീദ ബാനു ബേഗമാണ് ശവകുടീരത്തിന്റെ നിർമ്മാണത്തിനായി ഉത്തരവിട്ടത്. അദ്ദേഹത്തിന്റെ കൂടാതെ ഒട്ടനവധി കല്ലറകളും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഡോർമെട്രി ഓഫ് മുഗൾസ് എന്നും അറിയപ്പെടുന്നു. ശവകുടീരം കാണാൻ നമ്മൾ പോണത്. പക്ഷെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മോണുമെന്ററി ആയിട്ടുള്ള ഏറ്റവും കൾച്ചർ നിറഞ്ഞ എന്നാൽ അതുപോലെ പൊല്യൂഷൻ നിറഞ്ഞ ഡൽഹിയിൽ കിഴക്കേ ഡൽഹിയിൽ കിഴക്കൻ നിസാമുദ്ദീനിലാണ് സ്ഥിതി ചെയ്യണത്. ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. പണ്ട് കാലത്ത് ഈ സാധനമൊക്കെ പണിത് വെച്ചെന്ന് പറയുമ്പോഴേ ഇന്നത്തെ ഇപ്പോൾ ഞാനൊരു ആർക്കിടെക്ട് എഞ്ചിനീയറാണ്. നമ്മളെ കൊണ്ടൊക്കെ ഈ സാധനം ചിന്തിക്കണമെങ്കിൽ അന്നടിച്ച പെയിൻറ്റ് പോലും അത് തന്നെ. അതുപോലെ നമ്മളെ കൊണ്ട് ഈ സാധനമൊക്കെ ഇത്തിരി പാടെ ആലോചിച്ച് കൂട്ടാൻ തന്നെ. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ തലയും അവരുടെ ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, അവിടെ ഒരു ഉണ്ട് പിന്നെ കാണുന്നുണ്ടല്ലോ. അതായത് ഹുമയൂണിന്റെ ശവകുടീരമാണ്. അദ്ദേഹത്തിന് കൂടാതെ മറ്റു പലരുടെയും ശവകുടീരം ഇതിനകത്തുണ്ട്. നിലവിൽ ഈ പറഞ്ഞ പോലെ മുഗൾ ചക്രവർത്തി കാലഘട്ടത്തിലുള്ള ആ സമയത്തെ ഒരു ആർക്കിടെക്ചർ മോണുമെന്ററി ആയിട്ടാണ് പണിതേക്കണത്. കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരേ ഒരു ശവകുടീരമായിട്ട് കാണുന്നത്. ഇതതിൻ്റെ എൻട്രിയാണ് അകത്തുള്ളത്. ഞാൻ കാണിച്ചുതരാം. അതോട്ട് കയറാം. അല്ലെങ്കിൽ ഡൽഹി കാണണമെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ മോണുമെന്ററീസ് കാര്യങ്ങളെല്ലാം കാണണമെങ്കിൽ നമുക്ക് 1-2 ദിവസം പോരാ. നമ്മൾ ഏറ്റവും മിനിമത്തിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ള കാണിച്ചു തന്നത്. കാലപ്പഴക്കം മൂലം ഹുമയൂണിന്റെ ശവകുടീരത്തിൽ വന്ന കേടുപാടുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് തുടക്കമായത് 2004 30 ഏക്കർ പൂന്തോട്ട നവീകരണവും തുടർന്ന് 2007 പൊതു സ്വകാര്യ പങ്കാളിത്ത ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് നഗര നവീകരണ പദ്ധതിക്ക് ആരംഭവും കുറിച്ചു. ടോംബിലേക്ക് കിടക്കുന്ന പ്രധാന കവാടത്തിന്റെ ഇരുവശത്തും അർബൻ റിന്യൂവൽ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി നടന്ന എല്ലാവിധ ആക്ടിവിറ്റീസും കളക്ഷനും കൂടാതെ ഇന്ത്യയുടെ ചരിത്രവും ഇവിടെ ഇവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചോള ടെമ്പിൾസും മഹാരാഷ്ട്രയിലെ എലിഫന്റ കേവ്സിനെ കുറിച്ചും ഡൽഹിയിലെ തന്നെ കുത്തബ് മിനാറിനെ കുറിച്ചും മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള ഓരോരോ പ്രധാനപ്പെട്ട മോണുമെന്റ് ആയിട്ടുള്ള ഓരോ സ്പോട്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു വായിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നടക്കുമോ എന്നറിയാത്ത യാത്രയെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ നിമിഷം തന്നെ എനിക്ക് ബോധതയുണ്ടായി. ഈ നിമിഷം ഞാനിവിടെ ആസ്വദിച്ചില്ലെങ്കിൽ അത് എനിക്ക് തന്നെയാണ് നഷ്ടം. സോ ഞാൻ വീണ്ടും എൻ്റെ ഹുമയൂണിന്റെ ശവകുടീരം അടുത്തുപോയി കാണാനായി നിശ്ചയിച്ചു. നമ്മളൊക്കെ പടായി കഴിഞ്ഞാൽ ആരെങ്കിലും കാണാൻ വരും. ഇത് മരിച്ച് പടായാലും അയാളുടെ ഇത്രയും വലിയ സ്മാരകമൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ വേണ്ടി എന്തും വേണ്ടി ജനങ്ങളാ നോക്കണേ. അയ്യോ നിങ്ങൾ കണ്ടോടെ എനിക്ക് ടിക്കറ്റ് എടുക്കുന്ന ഇവരാട്ടോ. അയ്യോ കേറ്റം കൺസ്ട്രക്ഷൻ അത്ര ശരിയല്ല. ഒരടിയുള്ള കല്ലാണ്. ഇങ്ങനെ ആരെങ്കിലും സ്റ്റെപ്പ് പോണതൊക്കെ കയറുമോ? അത് പണ്ടത്തെ മനുഷ്യന്മാരുടെ മുട്ടിങ്ങനെയാണ്. നോർമലി നമ്മൾ സ്റ്റെപ്പ് പണിയുമ്പോൾ 1/2 അടി പൊക്കത്തിലാണ് പണിയെങ്കിലും ഇവിടുത്തെ പടവുകളെല്ലാം 1 അടി പൊക്കത്തിലാണ്. സ്റ്റെപ്പ് നടന്ന് മുകളിലെത്തി ഞാൻ ഞെട്ടി. നമ്മൾ വീട്ടിലിരുന്ന് ഇത്രയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റൂലേ. ഹേ ഗൈസ്, ഹുമയൂൺ ടോംബ്
ചരിത്രമുറുകുന്ന മണ്ണാന്ന് പറയാൻ കാരണം 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം തുടർന്നുള്ള വൻ പലായന സമയത്ത് ഈ ശവകുടീരം ഒരു ദുരിതാശ്വാസ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് ശവകുടീരത്തിന്റെ താഴെത്തട്ടിലുള്ള വാതിലുകൾ പൊളിച്ച് വിറകായി ഉപയോഗിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. ഒരു പ്രത്യേക അട്രാക്ഷൻ ഈ കളറിനില്ലേ, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ മനസ്സിലാക്കി, 4 സൈഡും ഒരേപോലെ തന്നെയാണ്. 4 സൈഡും ഒരേപോലെ തന്നെ അല്ലേ, ഒരേ കളർ, ഒരേ അച്ചിൽ വാർത്ത പോലെ തന്നെ 4 സൈഡും ഒന്ന് തന്നെ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എനിക്കൊന്നും തോന്നലാട്ടോ. ഒരു നിനക്കുള്ള വ്യത്യാസം തോന്നിയാ? എനിക്ക് തോന്നല ഈ സൈഡ് തന്നെ. അവിടെ എൻട്രി ഉണ്ട്, ഇവിടെ ടോംബിന്റെ ഫ്രണ്ട്, അവിടെ നിന്ന് ആ സൈഡിലുള്ള ചെറിയ ഒരു ഫൗണ്ടൻ ഉണ്ട്, സെയിം ആയിട്ടുള്ള വഴിയുണ്ട്. ഇതെല്ലാം സെയിം തന്നെ, പക്ഷെ ഇത് കൊള്ളാം അല്ലേ, 4 സൈഡ് ഒരേപോലെ സെയിം ഉള്ളു. അപ്പോൾ ഞാൻ ഇത്തിരി തിരക്കൊഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് കാടും മലയും മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇന്ത്യയുടെ മോണുമെൻ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും കാണണം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം നമുക്ക് കാടും മലയും പോയി കിട്ടുന്ന അതേ ഒരു പ്രതീതിയാണെന്ന് വെച്ചാൽ അല്ല, നമുക്കിത് ചരിത്രത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഒരു നോട്ടമാണ്. അതായത് 1500 കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ച ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും വർഷത്തെ ഒരു ചരിത്രം ഇറങ്ങി കിടപ്പുണ്ട് ഇതിനകത്ത്. ഇവിടെ വരുന്നുണ്ട്. പിന്നെ കുറേ പേരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ. ഇപ്പം ടിക്കറ്റ് എടുക്കുന്ന 2 മലയാളീസ് ആയിരുന്നുണ്ട്, പെൺപിള്ളേരായിരുന്നു, അവരെ പരിചയപ്പെട്ടു. കുറച്ച് ഇവന്മാരെ പരിചയപ്പെട്ടു. അങ്ങനെ കുറേ കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇത്രയും വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ്, ഇത്രയും വർഷത്തെ പാരമ്പര്യം ഇറങ്ങണ മണ്ണിലാണ് നമ്മളെല്ലാം പിറന്നു വീണെന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. വേറെ ലെവൽ സാധനമാണ്. എന്നുവെച്ചാൽ അന്നത്തെ പണം തേക്കണ ആൾക്കാരുടെ ഐഡിയ എന്നുള്ളത് പറഞ്ഞാൽ ചിന്തിക്കാം, പറയാണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റൂല്ല. എന്നുവെച്ചാൽ ഐഡിയ എത്ര ഉണ്ടാ സാധനം. ഞാൻ ഈ സാധനം പണിയാണ്, വീട് പണിയുന്ന ആളാണ്, കൺസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ. സാധനം പണിത് വെച്ചാൽ ഈജിപ്തിലെ അത്രയൊക്കെ പോകണ്ട, നമ്മുടെ ഇവിടെ തന്നെ പല സംഭവങ്ങളും ഉണ്ട് കാണാനായിട്ട്. നമ്മുടെ കൂടെ പോരാനായിട്ട് അല്ല, നമ്മൾ അവരുടെ കൂടെ പോവാട്ടാ. 2 പേരെ കിട്ടി. മലപ്പുറത്ത് നിന്ന് 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടാ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണ്. പല ആൾക്കാരെ പരിചയപ്പെടുക, പല സ്ഥലങ്ങളിൽ പോവുക, പല ആൾക്കാരെ പരിചയപ്പെടുക, പല അവിടുത്തെ കൾച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് 2 സുഹൃത്തുക്കളായിട്ടുണ്ട്. ഇത് ഷിബിൻ, അത് ഹക്കീം. അവര് ഒരാഴ്ച വന്നിട്ട്, ഒരാഴ്ച മേലെ വന്നിട്ട് അവർ ഫുൾ കറങ്ങി നടന്ന് ചില്ലടിക്കും. നമ്മളിത് ഇപ്പോൾ വന്നുള്ളൂ. അപ്പം നമുക്ക് വന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇവിടെ ഓട്ടോറിക്ഷക്കാരെ അങ്ങനെ പറ്റിക്കും, ഈ 20 രൂപ 30 രൂപയുടെ ഓട്ടോ പോലും 100 രൂപ അങ്ങനെ പലതും പറയും. നമ്മളിപ്പോൾ 100 രൂപ തന്നെ ആ സാധനം 50 രൂപയ്ക്ക് വന്നത്. അപ്പോൾ അതൊക്കെ വ്യത്യാസം, നമുക്കൊരാൾ ഗൈഡൻസ് തരുമ്പോൾ ഉള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ഈ വ്യൂവും കൊള്ളാം. ഒരു മാരക വ്യൂ കാണിച്ചിട്ടാ. ഏത് ആംഗിളിൽ നോക്കിയാലും ഒടുക്കത്തെ ഭംഗിയാണ്. പച്ചപ്പല്ല, ഭയങ്കര പീസ്ഫുള്ളായിട്ട് നടക്കാൻ പാകത്തിന്, കപ്പിൾസിന് ഫാമിലിക്കൊക്കെ നടക്കാൻ പാകത്തിനുള്ള ചുറ്റുപാടുള്ള സ്ഥലങ്ങളും ഉണ്ട്. വാക്ക് വേസ് ഉണ്ട് കുറേ, അതും കൊള്ളാം. വൈകിട്ട് അല്ലെങ്കിൽ ഒരു സൺഡേ ഒക്കെ വന്ന് പീസ്ഫുള്ളായിട്ടിരിക്കാനും ഫാമിലിയൊക്കെയായിട്ട് വന്ന് സമാധാനമായിട്ടിരുന്ന് നൈസായിട്ട് ചില്ലടിച്ച് വൈബ് അടിച്ചിരിക്കാനും നല്ല ഒരു മൈൽഡ് തണുപ്പുണ്ട്. അല്ലേ, ഒരു ചെറിയ തണുപ്പുണ്ട്. ഒരു 12 ഡിഗ്രിയാണ്, 12 ഡിഗ്രി വാച്ച്, 14 ഡിഗ്രി തണുപ്പുണ്ട്. കൊള്ളാം. ഡൽഹിയല്ല, എൻ്റെ ഡൽഹി ഇങ്ങനെയല്ല, എവിടെ നോക്കിയാലും മലയാളീസാ, ഫുൾ മലയാളീസ്. കാര്യം നല്ല കേട്ടോ, നമുക്ക് ഒരു മലയാളി കൾച്ചറുള്ളതും ഒരു കമ്മ്യൂണിറ്റി ഉള്ളതും അത് ഡെവലപ്പ് ചെയ്ത് തന്നെ എപ്പോഴും നല്ലത് തന്നെയാണ്. ഒരാളെ കാണുമ്പോൾ മറ്റൊരാൾ മലയാളി എന്ന് പറഞ്ഞ് സംസാരിക്കണതും അത് എവിടെ പോയാലും. മറ്റേ ഒരു പഴഞ്ചൊല്ലില്ലേ, ഭൂമിയിൽ എവിടെ പോയാലും മലയാളി ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഉണ്ട്. അത് ഡൽഹിയിൽ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒരു ആവശ്യത്തിന് എനിക്ക് എൻ്റെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഹുമയൂൺ ടോംബിനോട് വിട പറയുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി സമയം 4 മണിയായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്പോട്ട് പിടിക്കാൻ വേണ്ടി നോക്കണം. ഇന്ത്യ ഗേറ്റ് പിടിക്കണം, റൂമിൽ പോകണം, ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ കാലത്ത് അടുത്ത പരിപാടി പിടിക്കണം. ഈ വരണ സാധനം ഉണ്ട് യാത്രി സൂപ്പർ. അതായത്
3 3 6 6 1 7 7 പേർക്ക് പോകാവുന്ന ഒരു ഇലക്ട്രിക് ബൈക്ക്. അത് കൺവേർട്ട് ചെയ്ത് സ്കൂട്ടറാക്കണം. ബൈക്ക് തന്നെയാണെന്ന് അറിയില്ല കേട്ടോ, സംഭവം കൊള്ളാം.